നിസ്കാരം എത്ര ആൾക്കാരാണ് നിസ്കാര ബാത്തിലായി കൊണ്ടിരിക്കുന്നത്? നമുക്കറിയില്ലേ 3 അനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവുന്ന അറിയാത്തോലാകാം. പക്ഷേ എന്റെ നിസ്കാരത്തിൽ 3 അനക്കം വരുന്നുണ്ട് എന്ന് എത്ര ആൾ ശ്രദ്ധിക്കുന്നുണ്ട്? ഞങ്ങൾക്കൊരു ഉദാഹരണം പറയാം. സ്ത്രീകൾക്ക് കാണുന്ന എന്താ ചോദിച്ചു, നമ്മൾ റുക്കോയിൽ നിന്ന് എഴുത്തിരാലിലേക്ക് വരുമ്പോ 2 കയ്യും ഉയർത്തും. ഇത് 2 അനക്കാം. ഇത് 2 അനക്കാം. കയ്യ് നല്ല ശ്രദ്ധിക്കണം. കയ്യ് ഉയർത്തി ഉടനെ താഴ്ത്തി, ഇതൊരു അനക്കാഴ്ച കൂട്ടുക. നേരെ മറിച്ച് കാല് ഉയർത്തി താഴ്ത്തി, അത് 2 അനക്കാം. വ്യത്യാസം മനസ്സിലാക്കണം. പല സഹോദരിമാരുടെ നിസ്കാരം ബാത്തിലാവുന്നത് ഒരു രൂപ ഞാനത് പറഞ്ഞുതരാം. പല ആൾക്കാരും സുജൂദിലേക്ക് അത് പോകുമ്പോ 2 കാലും ഒന്നത് പൊന്തിക്കും, എന്നിട്ടാക്കും. എത്ര അനക്കായിന്നറിയോ? 4 അനക്കായി. നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോ വലിയ ജമാഅത്തായി നിസ്കരിക്കുമ്പോ ബാക്കിൽ അങ്ങനെ നിന്നിട്ടൊന്ന് മുമ്പിലേക്ക് നോക്കിയോക്കൊണ്ടു 95% ആൾക്കാരെ നിസ്കാരം അതിന് ബാത്തിലായി കിടക്കുന്നുണ്ടോ? എന്താണ് നിങ്ങള് കയ്യ് 2 പ്രാവശ്യം ഒരേ പ്രാവശ്യം ഒപ്പം അനക്കിയാൽ 1 അനക്കവും, കാല് 2 പ്രാവശ്യം അനക്കിയാൽ 2 അനക്കായിട്ടോ കൂട്ടുക. കാലും കയ്യും അനക്കത്തിന്റെ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒന്നും കൂടി സ്ത്രീകളോട് പറഞ്ഞ്, നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോ എന്ത് ചെയ്തു? നമ്മൾ മിക്ക സാധാരണക്കാരും ചെയ്യാറുണ്ട്. സ്ത്രീകളും എനിക്ക് ചോദിക്കാൻ പറ്റിയ പല സ്ത്രീകളോടും ചോദിച്ചപ്പോ ആ സ്ത്രീകൾ പറഞ്ഞു, ഞാൻ പലരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഒരു ധാരണ, ഈ സുജൂദിലേക്ക് പോകുമ്പോ ചിലപ്പോ എന്താവുന്ന കാര്യങ്ങള്, ഈ സ്ത്രീകളുടെ നിസ്കാര കുപ്പായം ഈ മദമ്പുങ്കാലിന്റെ അടിയിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കേക്കാൾ. അപ്പൊ അവർക്ക് സുജൂദിലേക്ക് പോകുമ്പോ ഒരു തോന്നല്. എന്താ തോന്നല്? ഞങ്ങളെ കാലേറ്റ വെളിവാകുന്നുണ്ടോന്ന്. ഈ തോന്നല് കാരണം അവർ ഈ 2 കാലും തന്നെ പൊന്തിച്ച് താഴ്ത്തും. ഇനി കാലാ നിസ്കാര കുപ്പായം രതിക്ക് ഇങ്ങനത്തെ കീപ്പത്തിന് നിലത്തേക്ക് തട്ടിക്കോട്ടെ വെച്ചിട്ട്. പക്ഷെ അപ്പം ചെയ്തു, സുജൂദിലേക്ക് പോകുമ്പോ ഈ 2 കാലും പൊന്തിച്ച് ഇങ്ങോട്ട് വെച്ചു നിൽക്കാം. ഈ കാല് പൊന്തിച്ചു 1 അനക്കം, താഴ്ത്തി 2 അനക്കം. ആ മറ്റേ കാലും പൊന്തിച്ചു താഴ്ത്തി 4 അനക്കായി. ആ സുജൂദിലേക്ക് പോകുമ്പോ 2 കാലും പൊന്തിച്ച് താഴ്ത്തലോട് കൂടെ 4 അനക്കം വന്നു. നിസ്കാരം ബാത്തിലായി. വ്യക്തമായ കാരണമില്ലാതെ നിസ്കാരത്തിൽ 3 അനക്കം അനങ്ങാൻ പാടില്ല. ചിലപ്പം 3 അനക്കത്തിലധികം അനങ്ങിയാലും നിസ്കാരം ബാത്തിലാവൂല. ഉദാഹരണം പറയാം, നമ്മളിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുക, ഒരു പാമ്പ് വന്നിട്ട് കൗത്തിൽ ഇങ്ങോട്ട് ചുറ്റി ചെയ്താലൊക്കെ വലിട്ട് ഒരുങ്ങാണ്ട് പോകില്ല. നമ്മളിപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ പാമ്പ് എന്തിനാ കൗത്തിൽ ചുറ്റിന്? പെരയിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ മിറ്റത്ത് കൂടെ പാമ്പ് പോയാൽ പോലെ നമ്മൾ കത്തയച്ച് വായില്ലേ. മസ്തരം എന്താണ് നിങ്ങൾക്ക്? നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ ശരീരത്തിലേക്ക് പാമ്പ് വീണ് അങ്ങനെ പാമ്പ് പതിനകത്ത് ചിറ്റീന്ന് വെക്കുക. എന്ത് കാറ്റിക്കും പാമ്പ് ഇങ്ങോട്ട് പോകുന്നില്ല. 5-6 വലിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരൊറ്റയേറാ പാമ്പിന്. അപ്പൊ 4-5 അനക്കം വന്നു. നിസ്കാരം ബാത്തിലാവൂല. അതൊരു ആവശ്യത്തിനാ. അതിന് മസല അല്ലാതെ പാമ്പ് കൗത്തി ചാടിച്ചിട്ട് നിസ്കാരം കത്തയക്കാൻ പറ്റുന്നല്ല. ചിലപ്പോ നിസ്കാരം കത്തയച്ചു പോവേണ്ട മസലകളുണ്ട്, അവൻ ശ്രദ്ധിക്കണം. ഒരു മുതലുണ്ട്. നമ്മളൊരു വീട്ടിൽ നിസ്കരിക്കാൻ നിൽക്കുക, വാതിൽ കുറ്റിയിടാൻ മറന്നു. ആരോ വന്നിട്ട് വാതിൽ മെല്ലെ തുറന്ന് നമ്മളെ മേശപ്പുറത്തുള്ള എന്തോ ഒരു മുതലേച്ച് പായാണ്. അണ്ണാച്ചി വിചാരിച്ചത് ഇവിടെ നിസ്കരിക്കാൻ നിൽക്കുകയാണ്, നിന്റെ ഒപ്പം പോരൂലാണ് അണ്ണാച്ചി മനസ്സിലാക്കിയത്. പക്ഷെ അണ്ണാച്ചി മനസ്സിലാക്കിയ സാരിക്കൊയ്യാതെ ക്ലാസ് കേട്ട പെണ്ണാണെന്ന് അണ്ണാച്ചിക്ക് ഇല്ലല്ലോ. അത് മസല നമ്മൾ നിസ്കാരം നോക്കിങ്ങാണ്ട് നിൽക്കാനല്ല, നിസ്കാരം കത്തയച്ചിങ്ങാണ്ട് പായന്റെ കോലങ്ങളുണ്ട്. അതിൻഷാല്ലാ നിസ്കാരത്തേക്ക് എത്തുമ്പോ പറയാം. അതുകൊണ്ടാണല്ലോ മുമ്പ് അമ്മായിമ്മയും 2 മഴമക്കളും നിസ്കരിക്കാൻ നിൽക്കുക. പക്ഷെ കിച്ചന്റെ വാതിൽ കുറ്റിടാൻ മറന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോ പൂച്ച ഔത്തിയേറി തേങ്ങാമൂലിയേറ്റ് പോവുക. അമ്മായിമ്മത് കണ്ട് അമ്മായിമ്മക്കാലം മുതലിന് ചൂടുണ്ടാവും. മക്കളെ പൂച്ചയുടെ തേങ്ങാമൂലിയേറ്റ് പോകുന്നതാണ്. 3 നിസ്കരിക്കാൻ നിൽക്കാണ്. അപ്പൊ മൂത്ത മഴവലാണ് ഉമ്മ നിസ്കരിക്കുമ്പോ മുണ്ടാൻ പാടില്ലല്ലോ, മൂപ്പത്തിന് നിസ്കരിക്കാൻ. അപ്പൊ ചെറിയ മഴവലാണ് ഞാൻ പിന്നെ അതിന്റെ മുണ്ടാതെ ഇരുന്നത് എന്നാണ്. പൂച്ച കൊണ്ടുപോകുന്നത് കാണാനല്ല, നിസ്കരിക്കാൻ മുണ്ടാൻ പാടില്ല, ഞാൻ പിന്നെ മുണ്ടാതെ. അപ്പൊ മുതലേക്ക് പോകുമ്പോ അവരൊക്കെ മസാലകൾ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് 3 അനക്കം കൊണ്ട് എത്ര ആളുകളുടെ നിസ്കാരം ബാത്തിലാകുന്നുണ്ട്. ഞാൻ ഈ മസാല പഠിപ്പിക്കാനാ പറയുന്നത്. പക്ഷെ ഒരാൾക്ക് അറിയില്ല എങ്ങനെ അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാ,
അപ്പൊ നമ്മൾ എഴുത്തിലാലിലേക്ക് വരുമ്പോ രണ്ട് കയ്യും ഉയർത്തും. ഈ രണ്ട് കയ്യും ഉയർത്തുമ്പോ സമിഅല്ലാഹു ലിമൻ ഹമിദ. ഇപ്പണ്ടായി ഒരനക്കം. ഒന്ന് നല്ല ശ്രദ്ധിക്കണവരെ, കാല് ഒരേ സമയത്ത് 2 പ്രാവശ്യം പൊന്തിക്കുകയും താഴ്ത്തുകയും ചെയ്താൽ എന്താണ്? 2 അനക്കായിട്ടാ കൂട്ടുക. കൈ ഒരേ സമയത്ത് പൊന്തുകയും താഴ്ത്തുകയും ചെയ്താൽ ഒരനക്കമാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഇഷ്കാൽ ഉണ്ടാവുക. എന്താ? കൈ ഇങ്ങനെ ആക്കുമ്പോ ഒരനക്കും, കാലിങ്ങനെ ആക്കുമ്പോ 2 അനക്കും. അതിൽ വ്യത്യാസമുണ്ട്. നിസ്കാരത്തിൽ കാലനങ്ങേണ്ട ആവശ്യമില്ല. ഇതിനാ കാലനങ്ങനെ? വെച്ച കാല് ഏറിക്കഴിഞ്ഞാൽ വലത്തെ കാല് അനങ്ങേണ്ട ഒരാവശ്യമില്ല. വലത്തെ കാല് സുജൂദിലേക്ക് പോകുമ്പോ ചെരിപ്പരിക്കാലിന്റെ വിരലുകളുടെ പള്ള, ആ പള്ളൊന്നും അളകേണ്ട ഒരാവശ്യമില്ല. ഓരോ വിശദീകരിക്കാൻ ഇപ്പൊ സമയം ഞാൻ പിന്നീട് പറയാം. പക്ഷെ കൈ പല സമയത്തും അനങ്ങേണ്ടി വരും. അപ്പൊ കൈയും കാലും അനക്കത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ എഴുത്തിലാലിലേക്ക് വരുമ്പോ എന്ത് ചെയ്തു? സമിഅല്ലാഹു ലിമൻ ഹമിദ. ഈ 2 കൈയുങ്ങട്ട് പൊന്തുകയും താഴ്ത്തുകയും ചെയ്തു. അതിന്റെ ഒപ്പം തല ഒന്നത് അളവും ചെയ്തു നോക്കുക. കലതുവത്തിലായി ഒന്നും കൂടി നിങ്ങൾക്ക് തിരിയാം. സമിഅല്ലാഹു ലിമൻ ഹമിദ. ചില എത്ര ആൾക്കാര് ഇപ്പൊ നിസ്കാരം ബാത്തിലായി ഇവിടെ. എന്റെ കാരണം ഇത് 2 അനക്കം. ഈ കൈ പൊന്തുകയും താഴ്ത്തുകയും ചെയ്തപ്പോൾ 2 അനക്കം വന്നു. തലി അളകി. അപ്പൊ എത്ര അണക്കായി? 3 അണക്കായി. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം അവന്റെ നിസ്കാരം ബാത്തിലായി പോയിട്ടുണ്ട്. പക്ഷേ എന്റെ നിസ്കാരം ബാത്തിലായിട്ടുണ്ട് എന്ന് നമ്മക്കറിയില്ല. എന്തേ കാരണം? നിസ്കാരം ബാത്തിലാകുന്ന മസാലകൾ എന്തൊക്കെയാണ് നമ്മൾ അന്വേഷിക്കാനോ പഠിക്കാനോ പോയിട്ടില്ല. നമ്മൾ ആരോ ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാ. മുമ്പ് പോക്കലും അക്ബറും പാടെ നിസ്കരിക്കാനുണ്ട്. അപ്പൊ അക്ബറാണ് ഇമാമ്. അക്ബർ പോക്കലിനോടാണ് ഞാൻ കാട്ടുമ്പോഴൊക്കെ ഇതിനെ കാട്ടിയാൽ മതിയെന്നാണ്. അങ്ങനെ അക്ബർ ഇമാമത്ത് നിന്ന് അക്ബർ എന്ത് ചെയ്ത് എന്താണ്? അള്ളാഹു അക്ബർ. അപ്പൊ അക്ബർ കാട്ടുമ്പോലെ കാട്ടാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇവനത് അള്ളാഹു പോക്കൽ പറഞ്ഞു. ഇവനെ കുറ്റമാണ്. ശരിയാ, ഇവർക്ക് നിൽക്കാനെന്നാകുമ്പോ പഠിച്ചിട്ടില്ല. ഇമാമത്തിന് അക്ബർ പറഞ്ഞത് ഞാൻ കാട്ടുമ്പോലെ കാട്ടിയാൽ മതി ചെയ്യുന്നത്. ഇവ അള്ളാഹു അക്ബർ ആണപ്പ ഇമാമ ഉമ്മുക്കിനപ്പ അള്ളാഹു പോക്കലാണ്. നമ്മളെ അവസ്ഥ അതാ. നമ്മളിങ്ങനെ നമ്മൾ ആരൊക്കെയോ ചെയ്യുന്ന കണ്ട് നമ്മൾ അതേമായി ഇങ്ങനെ ചെയ്യുക. എന്താണ് എന്റെ നിസ്കാരം ബാത്തിലാവുന്ന കാര്യം? ഇന്റെ പോലും സഹിയാവുന്നുണ്ടോ? ഞാൻ കുലിക്കുന്നത് സഹിയാവുന്നുണ്ടോ? എനിക്ക് കുലി നിർബന്ധമായിട്ട് ഞാൻ കുലിക്കാതെ പോയിട്ടുണ്ടോ? എത്ര പെണ്ണുങ്ങൾക്ക് കുലി നിർബന്ധമായിട്ട് കുലിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. അയാൾ ലാസ്റ്റ് പറഞ്ഞില്ലേ, പോകാൻ നേരത്തെ പറയല്ല, ആ ബസ്സിൽ ഒറ്റ പോക്കാൻ പോകാൻ അത്രയും ഭക്ഷണത്തിന് വീട്ടിൽ മനസ്സിലായി. കുലി നിർബന്ധമായിട്ട് കുലിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. ഇനി എത്രയോ കുലി നിർബന്ധമായിട്ട് പലപ്പോഴും മസാല അറിയാത്തതിന്റെ പേരിൽ ആ കുലി ബാത്തിലായി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇബാദത്ത് മസാല അറിയാത്തതിന്റെ പേരിൽ പലപ്പോഴും ബാത്തിലായി പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ പോലോത്തവർ അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടൂല. എന്റെ കാരണം? ചോദിക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് സൗകര്യമുണ്ട്. പക്ഷെ നമ്മളതിന് മെനക്കെട്ടില്ല. നമ്മളത് മെനക്കെട്ടില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടാമതായി എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അറിയേണ്ടത്, ജാഹില്, വിവരമില്ലാത്തവൻ, അള്ളാന്റെ അടുക്കൽ മാപ്പ് നൽകപ്പെടുന്ന ജാഹില്, അള്ളാന്റെ അടുക്കൽ മാപ്പ് നൽകപ്പെടാത്ത ജാഹില്. അള്ളാന്റെ അടുക്കൽ മാപ്പ് നൽകപ്പെടുന്ന ജാഹില് ഏതാണ്? ഇസ്ലാമിക ഫിഖിന്റെ വീക്ഷണത്തിൽ ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, കാലങ്ങളോളമായിരിക്കുന്നു, പക്ഷേ അവർക്ക് ദീനിയായ മസാലകളൊന്നും പഠിക്കാനുള്ള സൗകര്യം കിട്ടിയില്ല. അവർക്ക് അതിന് പറ്റാവുന്ന ഒരു മേഖലയിലല്ല അവൻ താമസിക്കുന്നത്. അങ്ങനത്തവൻ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നത് അടുത്ത കാലത്താണ്, എല്ലാ വിഷയങ്ങളും പഠിക്കാനുള്ള സമയം അവന് കിട്ടിയിട്ടില്ല. ഈ വിഭാഗത്തിൽ നമ്മൾ പൊതുവില്ല. അപ്പൊ നമ്മളൊക്കെയും യഥാർത്ഥത്തിൽ വിവരമുള്ളവരാ. പഠിക്കാൻ സൗകര്യവും സന്ദർഭവും അവസരവും ഉള്ളവരാണ് നമ്മളൊക്കെയും. പക്ഷേ നമ്മൾ അത് ഉപയോഗപ്പെടുത്തില്ല. അതുകൊണ്ട് തന്നെ മസ്അല അറിയാതെ നമ്മുടെ വുളൂഅ് ബാത്തിലായാൽ, നമ്മുടെ നിസ്കാരം ബാത്തിലായാൽ, നമ്മുടെ നോമ്പ് ബാത്തിലായാൽ, അപ്പൊ എനിക്ക് വിവരമില്ലാത്തതുകൊണ്ട് അബദ്ധം വന്നു പോയതാണെന്ന് പറഞ്ഞു രക്ഷപ്പെടാൻ മാർഗമില്ല. ഇതാണ് എനിക്ക് രണ്ടാമതായി പറയാം.
لا